ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു യാത്ര പോകാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് അതിലേറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നത് ഞാൻ തന്നെയായിരുന്നു എന്ന്. കാരണം കുറച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ യാത്ര തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചെയ്തു തീർക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇതിപ്പോൾ കുറച്ച് നാൾ മുന്നേ തുടങ്ങിയൊരു ശീലമാണ്. യാത്ര പോകുന്നതിന് മുന്നേ കുറച്ച് പ്ലാൻസ് ഒക്കെ തയ്യാറാക്കും, അതിനനുസരിച്ചാണ് യാത്ര പോകുന്നത്. നിലവിൽ ഇതുവരെയും ഈ ഒരു പ്ലാനിങ് ഉള്ളത് കൊണ്ട് നമുക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ഇതിന് മുന്നേ ഉള്ള യാത്രകൾക്കൊക്കെ പ്ലാനിങ് ചെയ്തിട്ട് ചെറുതായൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അതിൽ നിന്നും ഈ പ്രാവശ്യത്തെ യാത്രയ്ക്ക് പ്ലാൻ ചെയ്തപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പ്രയാസമുള്ളതായിട്ട് തോന്നിയില്ല. എല്ലാ പ്ലാനിങ്ങും കുറച്ച് ഈസി ആയിട്ടാണ് റെഡിയാക്കിയത്. ഇനി ഇതെല്ലാം നമുക്കങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് പ്രസൻറ്റ് ഡേയിലേക്ക് വരാം. നമ്മുടെ യാത്രാ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ സമയം 4:10 വൈകുന്നേരം 4 മണിയായിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 2 മണിക്കാണേ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ടൈം നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യത്തെ പോലെയും എപ്പോഴും നമ്മൾ യാത്ര പോകുമ്പോൾ ഒരുപാട് ധൃതിയൊന്നും കാണിക്കാതെ എല്ലാ കാര്യങ്ങളും ഓർത്തെടുത്ത് വളരെ റിലാക്സ് ആയിട്ട് പെട്ടെന്നൊരു ധൃതിയൊന്നും കാണിക്കാതെ സമാധാനത്തിൽ ഇറങ്ങണം എന്നാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് കൂടുതലും നമ്മൾ യാത്ര പോകുന്നതും. ഈ പ്രാവശ്യവും അതുപോലെ തന്നെ ഒരുപാട് ധൃതിയൊന്നും കൂട്ടാതെ നമ്മൾ നേരത്തെ തന്നെ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. അതിനനുസരിച്ചാണ് പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ റെഡി ആയത്. അതുകൊണ്ട് തന്നെ വളരെ റിലാക്സ് ആയിട്ട് അങ്ങനെ ധൃതി ഒന്നും കാണിക്കാതെ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റി. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ അതായത് നമ്മളിപ്പോൾ കോട്ടയത്ത് നമ്മൾ താമസിക്കുന്ന സ്ഥലം ബുക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പോകുന്നതെന്നുള്ള കാര്യങ്ങളാണ് ആദ്യം പ്ലാൻ ചെയ്തത്. അതിനനുസരിച്ചാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ബുക്ക് ചെയ്തതും. അങ്ങനെ അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. അതിനുശേഷം പിന്നെ എന്തൊക്കെ സാധനങ്ങൾ കരുതണം, എന്തൊക്കെ എടുക്കണം എന്നുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കി. അപ്പോൾ ആ ഒരു കാര്യം കഴിഞ്ഞു. അതിനുശേഷം അതിനനുസരിച്ചാണ് നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ ഇന്ന് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വീട്ടിൽ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ഇല്ലാതാക്കി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്നൊരു ഊണ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ വിചാരിച്ചത് എല്ലാം കൂടെ ഒരു ഓവർലോഡായി പോവും, ഈ ഫുഡ് തയ്യാറാക്കുന്നതും നമ്മൾ റെഡി ആവുന്നതും പിന്നെ പാക്കിങ്ങും പിന്നെ വീട്ടിലെല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കണം, ഇതെല്ലാം കൂടെ ഒരു വലിയ ലോഡായി പോവും എന്നാണ് വിചാരിച്ചത്. പക്ഷെ കുറച്ച് സമയമെടുത്ത് നമ്മുടെ ടൈം എടുത്ത് റിലാക്സ് ചെയ്തപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഹെവി ലോഡായി മാറിയില്ല. രാവിലെ തന്നെ നമ്മൾ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തു. പിന്നെ വീണ്ടും ഞങ്ങൾ ഇറങ്ങി, കുളിച്ച് ഫ്രഷായി ഇറങ്ങി. അതിനുശേഷം പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച ഓരോ ലിസ്റ്റിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ പാക്ക് ചെയ്താണ് പോയത്. അപ്പോൾ ഒന്നും മിസ് ചെയ്യാതെ എല്ലാം എടുക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ ഇറങ്ങി. കറക്റ്റ് നമ്മൾ റെഡി ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 2 മണിയായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എവിടെ യാത്ര പോയാലും നമ്മൾ വെള്ളായണി ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ നടയിൽ പോയി തൊഴുതിട്ടാണ് പോകുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോയി തൊഴുതു. എന്നിട്ടാണ് നമ്മൾ യാത്ര തിരിച്ചത്. ഇപ്പോൾ 4:15 4:12 നമ്മൾ വെഞ്ഞാറമ്മൂടെത്തി. ഇനി ജസ്റ്റ് ഒരു ചായയോ അങ്ങനെ എന്തെങ്കിലും കുടിച്ചിട്ട് ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ബാക്കി നമുക്ക് വഴിയേ കാണാം. കഴിഞ്ഞ 2 ദിവസവും ഭയങ്കരമായിട്ട് ചൂടുള്ളൊരു ദിവസമായിരുന്നു. നല്ല വെയിലും അതുപോലെ തന്നെ അന്തരീക്ഷവും ഭയങ്കര ചൂടായിരുന്നു. ഇന്ന് നമ്മുടെ ഒരു ഭാഗ്യം തന്നെ പറയട്ടെ, ഇന്നത്തെ ദിവസം സൂര്യനെ കാണാനേ ഇല്ല, ഒട്ടും വെയിലില്ല, അതുപോലെ തന്നെ നല്ല പോലെ കാർമേഘം മൂടിക്കിടക്കുന്ന ഒരു ദിവസമായിരുന്നു. പിന്നെ വേനലിൻ്റെതായ ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു. യാത്ര ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തപ്പോൾ ആദ്യമൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെങ്കിലും പിന്നെ അങ്ങോട്ട് ചെറിയൊരു ടയർഡ്നെസ് ഒക്കെ തോന്നി തുടങ്ങി. ടൈം നോക്കിയപ്പോൾ 5:30 ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്രേക്ക് എടുക്കാനുള്ള ടൈമായി. റോഡ് സൈഡിലൊക്കെ ഒരുപാട് ചായക്കടകൾ ഉണ്ടെങ്കിലും നമുക്ക് പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഓരോന്നും നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകേണ്ടി വന്നു. അങ്ങനെ അവസാനം ഒരു പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ള ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തി. അവിടെ നിന്നാണ് നമ്മൾ ചായ കുടിക്കാനായിട്ട് പോകുന്നത്. അതെനിക്കുള്ളതാ, ഇത്രല്ലേ ഉള്ളൂ. എന്ത് വ്യത്യാസം, എന്ത് കുഴപ്പം?
കലയാപുരം എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് വരുന്നത് കേട്ടോ. ട്രിവാൻഡ്രമൊക്കെ കഴിഞ്ഞിട്ട് കൊല്ലം ഭാഗത്തായിട്ടാണ് ഈ ഒരു ചായക്കട വരുന്നത്. കാർണിവൽ ചായ പീടിക എന്നാണ് ഈ ഒരു കടയുടെ പേര് വരുന്നത്. എനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നിയൊരു ചായക്കടയും കൂടെയാണ് കേട്ടോ ഇത്. അതായത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകം, അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ ആയത്. സാധാരണ നമ്മൾ അവിടുത്തെ ഫുഡിനോടൊക്കെ ആയിരിക്കും നമുക്ക് താല്പര്യം തോന്നുന്നത്. പക്ഷേ ഈ ബോർഡ് എഴുതിയിരിക്കുന്നത് കണ്ടോ, വിശക്കുന്നവർക്കും ഭക്ഷണം കഴിക്കാം, പൈസ ഇല്ലാതെയും. ഇതിന് മുന്നേയൊക്കെ ഞാൻ ഈ റൂട്ടിലൂടെ പോയിട്ടുണ്ടെങ്കിലും ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു കട ഞാൻ കാണുന്നത്. വീട്ടിൽ പോയിട്ട് ഞാൻ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് നോക്കിയപ്പോൾ ഈ ഒരു സ്ഥലത്തിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 5:59, അതായത് കറക്റ്റ് ഒരു 6 മണി ആയിട്ടുണ്ട്. നമ്മൾ ഒരു 1.25 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്തു. എന്നിട്ട് നല്ല ടയേർഡ്നെസ് തോന്നി, ചെറിയ വിശപ്പൊക്കെ തോന്നിയപ്പോൾ എന്തായാലും ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് സ്ഥലം അറിഞ്ഞുകൂടാ, പക്ഷെ എങ്കിലും കൊട്ടാരക്കര കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് ചായയും കടിയൊക്കെ കഴിച്ചു. പക്ഷെ ആ ചായക്കടയിൽ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ എല്ലാ കടകളിലും കടം ചോദിക്കരുത് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ് എഴുതിയിരുന്നത്? ആഹാരം കഴിക്കാൻ പൈസ. അതെ, അങ്ങനെയാണ് എഴുതിയിരുന്നത്. അതൊരു പ്രത്യേകത എനിക്ക് തോന്നി ആ കടയിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. വിശക്കുന്നവർക്കും ആഹാരം കഴിക്കാം, പൈസ ചോദിക്കാതെ അല്ലേ, പൈസ ഇല്ലാതെ. ഓക്കെ. അപ്പൊ അതൊരു ഹൈലൈറ്റിംഗ് പോയിന്റ് ആയിട്ട് തോന്നി അങ്ങനെ ആ കടയുടെ. ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ ആഡ് ചെയ്യാം. ഇനി നമ്മള് പതുക്കെയാണ് പോകുന്നത്. അങ്ങനെ ഒരുപാട് ധൃതി പിടിച്ചൊന്നും പോകുന്നില്ല, വളരെ സമാധാനത്തിലേ പോകുന്നുള്ളൂ. ഇപ്പം മാപ്പിൽ കാണിക്കുന്നത് ഒരു കറക്റ്റ് 2 മണിക്കൂർ ആവുമ്പോൾ നമ്മൾ കോട്ടയം എത്തും എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ മറന്നുപോയത്, നമ്മൾ കോട്ടയത്തോട്ടാണ് പോണത് എന്നുള്ളൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു. നമ്മൾ കോട്ടയത്താണ് പോകുന്നത്. കോട്ടയത്തുള്ള ചെറിയ ചെറിയ ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്, ഹിഡൻ സ്പോട്ടുകളുണ്ട്. അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് പോകുന്നത്. നമ്മളെ കൊണ്ട് ധൃതി പിടിച്ചൊന്നും നമ്മൾ കാണാനായിട്ട് പോകുന്നില്ല. വളരെ റിലാക്സ് ചെയ്ത് നമ്മൾ ഒരു സമാധാനം സ്ലോയിലുള്ളൊരു യാത്രയാണിത്. പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കാണും, അവിടെ എല്ലാം പോകും, ഫോട്ടോസ് എടുക്കും. അങ്ങനെയൊക്കെ നല്ല സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ അതും ഒന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അത്രേ ഉള്ളൂ. ഇനി വീണ്ടും നമ്മൾ കുറച്ചുകൂടെ ട്രാവൽ ചെയ്തിട്ട് മുന്നോട്ടുള്ളത് കാണും. ട്രിവാൻഡ്രത്ത് നിന്ന് കോട്ടയം വരെ എത്തിച്ചേരാനായിട്ട് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് 3.25 മണിക്കൂറാണ്. പക്ഷേ ഈ ഒരു ടൈം കൊണ്ട് നമ്മൾ എത്തിച്ചേരില്ല കേട്ടോ. നമുക്കെന്തായാലും 1 മണിക്കൂറും കൂടെ ആവശ്യമാണ് കോട്ടയത്ത് എത്തിച്ചേരാനായിട്ട്. കാരണം അത്രയ്ക്കും സ്ലോ ആയിട്ടുള്ളൊരു യാത്രയാണ് നമ്മൾ ചെയ്യുന്നത്. ഇടയ്ക്കൊന്ന് ബ്രേക്കൊക്കെ എടുത്തും കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്യാതെ കുറച്ച് റിലാക്സേഷനൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ യാത്ര പോകുന്നത്. അതുകൊണ്ട് തന്നെ കോട്ടയത്തെത്തുന്ന ആ ഒരു അറൈവൽ ടൈം 7 മണിക്കാണ് കാണിക്കുന്നതെങ്കിലും നമ്മുടെ മനസ്സിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്ന ഒരു ടൈം എന്ന് പറയുന്നത് 8 മണിയാണ്. ആ ഒരു കാൽക്കുലേഷൻസ് ഒന്നും തെറ്റിപ്പോകാതെ ഒരു 8 മണിക്ക് മുന്നേ തന്നെ ഞങ്ങൾ ചങ്ങനാശ്ശേരി എത്തി. കോട്ടയം ടൗണിലാണ് ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത്. നമ്മുടെ ഒരു ടൈം അനുസരിച്ച് തന്നെ നമ്മൾ റൂമിലെത്തുകയും ചെയ്തു. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ ഒരു ട്രാവലിംഗ് ടയേർഡ്നെസ്സൊക്കെ നല്ല പോലെ ഒന്ന് മാറി വരണം. അതിനായിട്ട് ആദ്യം നല്ലപോലെ കുളിച്ചൊന്ന് ഫ്രഷ് ആകണം. ഉച്ചയ്ക്ക് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പൊതിച്ചോറ് ഇരിപ്പുണ്ട്, അത് തന്നെയാണ് ഇന്നത്തെ ഡിന്നറും. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉറങ്ങി എഴുന്നേക്കണം. എങ്കിൽ മാത്രമേ ഇന്നത്തെ യാത്രാക്ഷീണം കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടുള്ളൂ. നാളെ നമുക്ക് വളരെ എനർജറ്റിക് ആയിട്ട് തന്നെ യാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. രാത്രിയിൽ നല്ല പോലെ മഴ പെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അന്തരീക്ഷമൊക്കെ ഒന്ന് തണുത്ത് വന്നപ്പോൾ നല്ല സുഖമായിട്ടുള്ളൊരു ഉറക്കം കിട്ടി. യാത്രാക്ഷീണമൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സൺറൈസ് കാണുക എന്നുള്ളതാണ്. നല്ലൊരു ലൊക്കേഷനിൽ പോയിട്ട് നമുക്ക് സൺറൈസ് കണ്ട് തന്നെ നമ്മുടെ യാത്ര തുടങ്ങാം എന്നുള്ളതായിരുന്നു നമ്മുടെ പ്ലാന്. അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ആ ലൊക്കേഷനിൽ എത്തിയാലേ നമുക്ക് സൺറൈസ് കൃത്യമായിട്ട് കാണാൻ സാധിക്കുള്ളൂ. അങ്ങനെ നമ്മുടെ ലൊക്കേഷനിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് കംപ്ലീറ്റ് നമുക്ക് മീനച്ചിലാറ് കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാം. റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഈ മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു അന്തരീക്ഷം ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. കംപ്ലീറ്റ് കാർമേഘം കൊണ്ട് മൂടിക്കിടക്കുകയാണ്. മാത്രമല്ല ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് സൺറൈസ് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊരു സംശയം തന്നെ ആയിരുന്നു. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ആ ഒരു ലൊക്കേഷനിലോട്ടാണ് പോകുന്നത്. ഇന്ന് പോകേണ്ട സ്ഥലങ്ങളുടെ ലിസ്റ്റൊക്കെ നമ്മൾ ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളിലും പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്.
ആ ലിസ്റ്റിൽ ആദ്യം വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മലരിക്കൽ വാട്ടർ ലില്ലി ഫീൽഡാണ്. നമുക്കെല്ലാവർക്കും ഈ ഒരു സ്ഥലം റീൽസിലൂടെയൊക്കെ കണ്ട് നല്ല പരിചയം കാണും. ഒരു വലിയൊരു ആമ്പൽപ്പാടം, അതിനിടയിലൂടെ നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്യാം, നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ ഒരുപാട് ഫോട്ടോസും റീൽസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്, ആ ഒരു ലൊക്കേഷനിലാണ് പോകുന്നത്. മലരിക്കലിൽ ഈ ആമ്പൽപ്പാടം മാത്രമല്ലാതെ സൺറൈസും സൺസെറ്റും കൂടെ കാണാൻ പറ്റിയൊരു സ്ഥലമാണെന്നും കൂടെയാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് സൺറൈസ് കാണാനും കൂടെ നമ്മൾ ഈ സ്ഥലത്തേക്ക് ആദ്യം തന്നെ വന്നത്. ഇത് വന്നിട്ട് നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ആദ്യത്തെ പ്ലേസ് എന്ന് പറയുന്നത് മലരിക്കൽ വാട്ടർ ലില്ലി ഫീൽഡാണ് കേട്ടോ. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ആ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് അത് നെൽപ്പാടായി നിൽക്കുകയാണ്. ഇതൊരു സീസണിൽ മാത്രമേ ഇവിടെ ഈ പൂക്കളെല്ലാം വിരിയത്തുള്ളൂ. പൂക്കൾ മീൻസ് ആമ്പൽ വിരിയത്തുള്ളൂ. അതായത് ഈ പാടം കംപ്ലീറ്റ് ഒരു കൊയ്ത്തെല്ലാം കഴിഞ്ഞിട്ട് ഒരു സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ അതിൽ വീണ്ടും നല്ലപോലെ വെള്ളം കയറും. എന്നിട്ട് ആമ്പൽ പൂക്കളൊക്കെ നല്ലപോലെ പൂത്ത് വരും. ആ ഒരു സമയത്താണ് ഇതുപോലത്തെ റീൽസൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കാണുന്നത്. ഇപ്പം നമ്മളിവിടെ വന്നു നിന്നപ്പോൾ ഇവിടെ കംപ്ലീറ്റ് എന്താണ് നെൽപ്പാടങ്ങളാണ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ സ്ഥലത്താണ് ആമ്പൽ പൂക്കളൊക്കെ നിറച്ച് നിൽക്കുന്നത്. പക്ഷേ ഭാഗ്യമില്ല നമുക്ക്. നമ്മൾ വന്നപ്പോൾ ഇവിടെ അത്രയും ആമ്പൽപ്പാടമായി. പക്ഷെ നല്ലൊരു സ്ഥലം അല്ലേ, രാവിലെ ചായ ആണ്. നല്ലൊരു സ്ഥലം അല്ലേ, സ്ഥലം കൊള്ളാം. പക്ഷെ ഇത് അപ്പം നീ ആമ്പൽ പൂത്ത് നിൽക്കുന്ന ആ ഒരു സമയത്തുള്ള അതിൻ്റെ ഭംഗി ഒന്ന് ആലോചിച്ച് നോക്ക്. അതന്നെ ഇവർ പറയുന്നത് സെപ്റ്റംബറിൽ വരും. പിന്നെ ഇതിൻ്റെ തൊട്ട ഓപ്പോസിറ്റിൽ അത് ഞാൻ കാണിച്ചു തരാം. ഇത് പാടം തന്നെയാണ്, നെൽപ്പാടം തന്നെയാണ്. ഇവിടെ ആമ്പലൊന്നും വീയില്ല. അവിടെ കുറച്ച് കാട് നിൽക്കുന്നില്ലേ, അതിൻ്റെ അപ്പുറം എന്ന് പറയുന്നത് വേമ്പനാട് കായലെന്നല്ലേ പറഞ്ഞ മീനച്ചലാറ്. മീനച്ചലാറ് ആണ് അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കാണാം. കുറച്ച് ചെറിയ അമ്പലിൻ്റെ ചെറിയ തോട്ടമൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അവിടെ ഒന്ന് ജസ്റ്റ് പോയി കണ്ടു നോക്കണം. പിന്നെന്താണ് പിന്നെ മീനച്ചിലാറിലോട്ട് പോകാനുള്ള ചെറിയൊരു വഴിയുണ്ട്. സൺറൈസ് ഇപ്പോൾ സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് സൺറൈസൊക്കെ കാണാം. ഒരു സൺറൈസും സൺസെറ്റ് വ്യൂ പോയിൻറ്റും കൂടെയാണിത്. എന്തായാലും നമ്മൾ ആ വാട്ടർ ലില്ലി കാണാൻ വേണ്ടി, ആമ്പൽ കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. പക്ഷേ സീസണൊക്കെ ഇപ്പോഴല്ല. ചിലർ പറയുന്നു സീസൺ കഴിഞ്ഞു, ചിലർ പറയുന്നത് സെപ്റ്റംബറിലായിരിക്കും. സെപ്റ്റംബറിലാവാനാണ് ചാൻസ്. ഈ ഫീൽഡ് കംപ്ലീറ്റ് മാറിയിട്ട് ഇവിടെ സെപ്റ്റംബറിൽ പൂക്കൾ വരാനാണ് ചാൻസ്. എന്തായാലും നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ടേ ഒരു സൺറൈസ് എന്തായാലും കാണണം. പിന്നെ ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത്, അതായത് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഫീൽഡുണ്ട്. ഇടയ്ക്ക് റോഡാണേ. ഇതിനപ്പുറത്തുള്ളത് മീനച്ചലാറാണ്. ആ മീനച്ചലാറിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സൺറൈസൊക്കെ കാണാൻ പറ്റും. അവിടെ സൂര്യൻ ഉദിക്കുന്നുണ്ട്, സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. കണ്ട ഓക്കെ. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം എന്തായാലും. പാടത്ത് നിന്നൊക്കെ ശേഖരിച്ചിരിക്കുന്ന നെല്ലാണ് കേട്ടോ നമ്മൾ ഈ വഞ്ചിയിൽ കാണുന്നത്. ഇത്തരം കാഴ്ചകളൊക്കെ യാത്രക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇത് നല്ലൊരു സൺറൈസ് വ്യൂ പോയിന്റ് ആയതുകൊണ്ട് തന്നെ രാവിലെ ഒരുപാട് ആളുകൾ സൺറൈസ് കാണാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നേരത്തെ നമുക്കിവിടെ ബോട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് ബോട്ടിംഗ് ചെയ്യാനുള്ള പ്ലാൻ ഉള്ളതുകൊണ്ട് തൽക്കാലം മലരിക്കലിൽ നമ്മൾ ബോട്ടിംഗ് ചെയ്യുന്നില്ല. ആമ്പൽ പൂക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. തൽക്കാലം നമ്മൾ സൺറൈസ് കണ്ടിട്ട് ഇവിടെ നിന്ന് മടങ്ങുകയാണ്. സീസൺ സമയത്ത് വന്നാൽ മാത്രമേ നമുക്ക് ഈ ആമ്പൽ പൂക്കളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുള്ളൂ. എന്തായാലും ആദ്യത്തെ ആ ഒരു ലൊക്കേഷൻ തന്നെ നമുക്ക് ചെറിയൊരു നിരാശ ഉണ്ടാക്കി. എന്തായാലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്നത്തെ ദിവസം ബാക്കി നമ്മൾ പോകാനുള്ള സ്ഥലങ്ങളൊക്കെ വളരെ ഉത്സാഹത്തോടെ പോയി കാണണം എന്നാണ് ആഗ്രഹം. അങ്ങനെ നമ്മൾ സൺറൈസ് കഴിയുന്നത് വരെ ഇവിടെ തന്നെ നിന്നു, ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം.